Hi dear friends, Assalamu alaikum. Welcome back to Nima Diaries. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കറി റെസിപ്പിയുമായിട്ടാണ് വൈറ്റ് ചിക്കൻ കുറുമ. ചപ്പാത്തിയുടെയും ഖുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. വല്ലാതെ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ വൈറ്റ് കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് തൈര്, പിന്നെ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര്, അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ വെക്കാം. അടുത്തതായിട്ട് ഞാൻ 1 കപ്പ് അണ്ടിപ്പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ഇനി ഇത് അരച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാനൊരു ചെറിയ ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ജാതിപത്രിയുടെ പകുതി എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 5 എണ്ണം ഏലക്ക, 5 എണ്ണം ഗ്രാമ്പു, 20-25 എണ്ണം കുരുമുളക്, 1 ടീസ്പൂണ് സഹജീരകം എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 4 പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് ഞാൻ കുറച്ച് നേരം അടച്ചു വെക്കുകയാണ്. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. സവാള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിലേക്ക് ഞാൻ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇനി ഉപ്പൊന്നും ചേർത്തെടുക്കുന്നില്ല. അവസാനം കുറവുണ്ടെങ്കിൽ മാത്രമേ ചേർത്തെടുക്കുന്നുള്ളൂ. പിന്നെ കറിയിലേക്കും കൂടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 ടേബിൾ സ്പൂൺ ആയിരുന്നു ആ സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ എരിവൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ കറിക്ക് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ളൊരു എരിവാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ ചിക്കനിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്ന് നോക്കി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്രയാണ് തിക്നെസ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ സെമി തിക്കായിട്ടാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് അധികം ലൂസാക്കി എടുക്കണില്ല. ഇത് കറി തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കുറുകും, അപ്പോൾ അതിനനുസരിച്ചൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് നോക്കി കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ വൈറ്റ് കുർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിയുടെയോ കുബൂസിൻ്റെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.